സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അമർത്തണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. ഇന്നപ്പോൾ ഞാൻ ബീഫ് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബീഫ് അച്ചാറിലേക്ക് ഞാൻ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ മസാലപ്പൊടികൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1 ടീസ്പൂൺ ഗരം മസാലയും ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് ബീഫിൽ മിക്സ് ചെയ്തിട്ട് ബീഫ് ആദ്യം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് ഒക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലപോലെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം അച്ചാറിലേക്ക് മുറിച്ചെടുക്കാൻ. 250 ഗ്രാം ഇത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി പരീക്ഷിക്കുകയാണ്. അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. നല്ല കുക്കറാണെങ്കിൽ ഒരു 3 വിസിലൊക്കെ മതി ബീഫ് വെന്ത് കിട്ടാൻ. ഇവിടെ നമ്മളൊരു 3-4 വിസിൽ വെന്ത് കിട്ടാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 8 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പോള വെളുത്തുള്ളി, 3-4-5 തണ്ട് കറിവേപ്പില, ഒരു 5-6 വറ്റൽമുളക്. അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കടുക് നമുക്ക് ആദ്യം പൊട്ടിച്ചെടുക്കാൻ എത്രയാണ് വേണ്ടത് അതനുസരിച്ചിട്ട് ഒരു ഏകദേശം അളവിൽ എടുത്താൽ മതി. അപ്പോൾ നമുക്കിനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നേരത്തെ വേവാൻ വെച്ചിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഈ ബീഫ് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ നമുക്ക് ബീഫ് പൊരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ബീഫ് പൊരിച്ചെടുക്കുന്നത്. അതിന് ശേഷം അച്ചാർ ഇടുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബീഫ് ഒരു 2 ട്രിപ്പായിട്ട് പൊരിച്ചെടുക്കാം. നമ്മൾ വേവിച്ച കാരണം നല്ല മുരുന്നനെ പൊരിച്ചെടുക്കണം. എന്നാൽ മാത്രം നമ്മൾ അച്ചാർ കുറേ ദിവസം നിൽക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരും. ബീഫ് നല്ല ടൈറ്റായിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ കുറേ ദിവസം ഉപയോഗിക്കാം. നല്ല മുരുമുര എന്നുള്ള രീതിക്ക് വേണം നമ്മൾ പൊരിച്ചെടുക്കാൻ. നമുക്കിത് ആദ്യത്തെ കോരിയെടുക്കാം. വീണ്ടും നമുക്ക് ബാക്കിയുള്ളത് പൊരിക്കാം. പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ഓയിൽ മാറ്റിയിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ചൂടായിട്ട് കടുക് പൊട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കായപ്പൊടിയും അതുപോലെ തന്നെ ഉലുവൊന്നും ചേർക്കാതെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. നമുക്കിനി വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമുക്ക് അരിഞ്ഞു വെച്ചതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം.
അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വാട്ടിയെടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് തന്നെ ചേർക്കാം. അതും നല്ലപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണയിൽ കടന്നിട്ട് അത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണക്കൊന്ന് മാറണം. ഇത് നമ്മൾ ബീഫ് വേവിച്ചെടുത്ത വെള്ളമാണ്. അപ്പോൾ ഒന്ന് മസാല വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഒരു വെള്ളം കുറച്ചുണ്ടാവുക, അത് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആ നേരത്തെ ഒഴിച്ച വെള്ളം വറ്റുന്ന വരെ നല്ല ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ അച്ചാർ ഇടുമ്പോൾ കായപ്പൊടി ഉലുവയൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്. പക്ഷേ അതൊരു ടേസ്റ്റ് തോന്നിക്കാത്ത കാരണമാണ് ഞാനിപ്പോൾ ചേർക്കാത്തത്. ഇനി ആവശ്യത്തിന് നമുക്കിതിലേക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെയാണ് സുർക്ക ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഫ്ലെയിമിൽ തന്നെ നമുക്ക് കുറച്ച് നേരം ഈ ബീഫ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇതിൽ കുറവുണ്ട്. നമുക്ക് ആവശ്യത്തിനൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അച്ചാർ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നിങ്ങൾ നല്ലൊരു വേറെ ഒരു ബോട്ടിലേക്കോ അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്കോ മാറ്റി എടുത്ത് വെക്കണം. നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അവിടെ കറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ബെല്ലൈക്കൺ അമർത്തുക, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ പുറത്ത് തന്നെ വെച്ചാൽ മതി, കേടുവരില്ല. നിങ്ങൾക്ക് ബീഫ് അച്ചാർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.